പ്രിയപ്പെട്ട പ്രേക്ഷകരെ, i2v ന്യൂസ് മിഷൻ 60 ആരംഭിച്ചിട്ട് ഇന്ന് 35 ദിനം പിന്നിടുകയാണ്. കഴിഞ്ഞ 35 ദിവസങ്ങളായി ലോകമെമ്പാടുമുള്ള ജനങ്ങൾ രാഹുലിന് നീതി ലഭിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങളെ വിളിക്കുകയും അവരുടെ ആ പ്രതികരണങ്ങൾ i2v ന്യൂസിൽ ഞങ്ങൾ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രതികരണങ്ങൾ ഇന്നും വളരെ നല്ല രീതിയിൽ ജനങ്ങൾ സ്വീകരിക്കപ്പെടുന്നു എന്നതിനുള്ള തെളിവാണ് ഞങ്ങൾക്ക് ലഭിക്കുന്ന ആ പ്രതികരണങ്ങളും ആ പ്രതികരണങ്ങളുടെ താഴെ വരുന്ന കമൻറ്റുകളും. ഇത് കണ്ട് ഹാലിളകിയ സൈബർ ടീം, ഇപ്പോൾ കേക്കച്ചൻ്റെ സൈബർ ടീം പറയുന്നത് ഇത് കോൺഗ്രസിനെ നശിപ്പിക്കുവാനുള്ള ഒരു സംഘടിത ആക്രമണമാണ്, ഇതിൻ്റെ പിന്നിൽ വ്യക്തമായ അജണ്ടയുണ്ട്, കേക്കച്ചനെ ഒരു വിക്ടിമൈസ് ചെയ്യുകയാണ്. അതായത് ഇത് കേക്കച്ചനെ മാത്രം ഫോക്കസ് ചെയ്ത് ഒരു കേക്കച്ചൻ സെൻട്രിക് ആയിട്ടുള്ള ഒരു ക്യാമ്പയിനാണ്, അദ്ദേഹത്തെ വ്യക്തിഹത്യ ചെയ്യുവാനുള്ള ഒരു ശ്രമമാണ് ഈ നടത്തുന്നത് എന്നൊക്കെയുള്ള തരത്തിൽ അവരുടെ സൈബർ ഹാൻഡിലിങ്ങുകൾ കുപ്രചരണം അഴിച്ചുവിടുകയാണ്. അന്നേരം ഈ സാഹചര്യത്തിലാണ് ഞങ്ങൾ അതിനൊരു വ്യക്തത വരുത്തുവാൻ ശ്രമിക്കുന്നത്. ഇതൊരു കോൺഗ്രസിനെതിരെയുള്ള ഒരു പടപ്പുറപ്പാടാണോ, അതല്ലെങ്കിൽ വി.ഡി. സതീശൻ എന്ന ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ച് അദ്ദേഹത്തെ നശിപ്പിക്കുവാനുള്ള ഒരു സംഘടിത ശ്രമമാണോ, ഇതിൻ്റെ പിന്നിൽ മറ്റെന്തെങ്കിലും ഗൂഢ ലക്ഷ്യമുണ്ടോ എന്നൊക്കെയുള്ള ഒരു വിശദീകരണമാണ് ഞങ്ങൾ ഇന്ന് നൽകുവാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് എന്നോടൊപ്പമുള്ളത് ശ്രീ CM രാജേന്ദ്രനാണ്. ഇതിൻ്റെ തുടക്കം മുതൽ തന്നെ ഈ മിഷൻ 60യുടെ തുടക്കം മുതൽ തന്നെ നമ്മൾ ഒരുമിച്ചാണ് ഇപ്രകാരം ഒരു ക്യാമ്പയിൻ ആരംഭിച്ചത്. അന്നേരം അപ്രകാരം ഒരു പർപ്പസ്ഫുള്ളി ഒരു നറേറ്റീവ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? യഥാർത്ഥത്തിൽ കോൺഗ്രസ്സുകാരെ മൊത്തം ആക്ഷേപിക്കുന്നുള്ള ഒരു സ്വരമാണ് ഇറക്കി വിടുന്നത്. സത്യത്തിൽ കോൺഗ്രസ്സുകാരാണ് ഇതിൽ പ്രതികരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ വസ്തുത. ഇപ്പം ഇതിൽ ഓരോ കമൻറ്റുകൾ വരുമ്പോഴും അതുപോലെ തന്നെ ഓരോരുത്തരും ഫോണിൽ കൂടി ബന്ധപ്പെടുമ്പോഴും വളരെ കൃത്യമായി തന്നെ അവരെല്ലാം കോൺഗ്രസ്സുകാരാണെന്നും ഇന്ന പോസ്റ്റ് വഹിക്കുന്നവരാണോ ഔദ്യോഗിക സ്ഥാനമാനങ്ങളുള്ളവരാണെന്നും വളരെ കൃത്യമായി പറഞ്ഞിട്ട് തന്നെയാണ് അവരെല്ലാം സംസാരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസിനെ നമ്മൾ ആക്രമിക്കുന്നു എന്ന് പറയുന്നത് ഒരു കാരണവശാലും ശരിയല്ല. നമ്മളൊക്കെ കോൺഗ്രസ് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. എന്നെ സംബന്ധിച്ച് വളരെ വ്യക്തമായി ഞാൻ പറയാം, എനിക്കൊരു കാഴ്ചപ്പാടുണ്ട്, ഒരു വീക്ഷണമുണ്ട് കോൺഗ്രസിനെ കുറിച്ച്, ഒരു ലക്ഷ്യമുള്ള പാർട്ടി വളർന്നു വരണമെന്ന ആഗ്രഹമുണ്ട്. ഇത് പണ്ട് കാലങ്ങളിൽ സതീശൻ ചെയ്തിട്ടുള്ളത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ സതീശൻ അങ്ങനെ തോന്നുന്നു. സതീശൻ പണ്ട് കോൺഗ്രസിനെ നശിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഉമ്മൻചാണ്ടിക്കെതിരെ രംഗത്ത് വന്നതും ഉമ്മൻചാണ്ടിനെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ചതും ആ തുടർ ഭരണം നഷ്ടപ്പെടുത്തിയതും ഈ സതീശനും പ്രതാപനും മാത്രമാണ് എൻ്റെ മുഖ്യ പങ്കാളിത്തം. അപ്പോൾ അതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് സതീശന് അങ്ങനെ തോന്നുകയും സതീശന് അങ്ങനെ തോന്നുന്നതിൽ തെറ്റ് പറയാൻ കഴിയില്ല. അപ്പോൾ സതീശൻ്റേതായിട്ടുള്ള കുറേ ആളുകൾ ഇങ്ങനെ വന്ന് സൈബർ രംഗത്ത് വന്ന് പറഞ്ഞത് ഈ പാർട്ടീനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, കോൺഗ്രസ് ദോഷം ചെയ്യുന്ന രൂപത്തിലേക്കാണെന്നൊക്കെ പറയുന്നത് സ്വാഭാവികം. നമ്മളത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത് നമ്മുടെ ചാനൽ കാണുന്ന ആളുകൾ, ഈ ചാനൽ കാണുന്ന ആളുകളോട് നമുക്കത് വിശദീകരിക്കേണ്ട ബാധ്യതയുണ്ട്. തീർച്ചയായിട്ടും അവരെ ബാധ്യപ്പെടണം. അവർ നമ്മുടെ പ്രേക്ഷകരാണ്. അവർ നമ്മുടെ പ്രേക്ഷകരായിരിക്കുമ്പോൾ അവർ പല പാർട്ടിക്കാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ടാവാം, CPM ഉണ്ടാവും, BJPക്കാരുണ്ടാവും. നമ്മളെ സംബന്ധിച്ച് ഈ ITI ചാനലിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് രാഷ്ട്രീയമുള്ള ആളുകളല്ല, ഒരു രാഷ്ട്രീയത്തിനും കീഴടങ്ങിയിട്ടുള്ള ആളുകളുമല്ല, ഒരു രാഷ്ട്രീയത്തോട് ചായ്വുള്ള ആളുകളുമല്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളെന്ന നിലയ്ക്ക് നമ്മുടെ പ്രേക്ഷകരെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത നമുക്ക് എന്തായാലും ഉണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമായി 35 ദിവസമായി ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുത്തിട്ട് തുടക്കം മുതലേ ഉള്ള ഒരാളെന്ന നിലയിൽ ഒരിക്കൽ പോലും കോൺഗ്രസ്സിന് ദ്രോഹം വരണം എന്ന രൂപത്തിൽ, കോൺഗ്രസ്സിന് ദ്രോഹം വരുന്ന രൂപത്തിലോ കോൺഗ്രസ് നശിച്ചു പോകണം എന്നുള്ള രൂപത്തിലോ ഒരു സമയത്തും നമ്മൾ സംസാരിച്ചിട്ടില്ല. വളരെ കൃത്യമായി ഞാൻ പറഞ്ഞത് അതിനെക്കുറിച്ചിട്ട്. ഒന്നാമത്തെ കാര്യം, നമ്മൾ പറഞ്ഞത് ഈ കോൺഗ്രസിൻ്റെ നാശം രാഹുലിൽ കൂടി മുതലെടുക്കാൻ ശ്രമിക്കുന്നതാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ ഏതെങ്കിലും രൂപത്തിൽ ഒതുക്കണം എന്ന് തോന്നുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്നവർക്കോ കോൺഗ്രസ്സുകാർക്കോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല. അങ്ങനെ പ്രതികരിക്കുമ്പോൾ ഓട്ടോമാറ്റിക് സതീശനിലേക്ക് ചെന്ന് കൊള്ളും. അതും മനഃപൂർവ്വമല്ല. കാരണം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതും സതീശനാണ് എന്ന് വ്യക്തമായിട്ട് ഈ കേരളത്തിലെ മുഴുവൻ മലയാളികൾക്കും അറിയാം, ഈ കേരളത്തിൽ വിട്ടുള്ള ആളുകൾക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോ കാര്യം ചർച്ച ചെയ്യുമ്പോഴും കൃത്യമായിട്ട് സതീശനിൽ ചെന്ന് കൊള്ളുന്നത്. സതീശനിൽ കൂടി മറ്റു നേതാക്കന്മാരെ നമ്മൾ കൂടുതൽ ആക്ഷേപിക്കുന്നില്ല. നമ്മൾ ഒരാളെ നമ്മൾ കുറ്റം പറയും. സുധാകരനെ കുറിച്ചൊക്കെ നമ്മൾ എത്രയോ മാന്യമായിട്ടും എത്രയോ അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത്. വീണ്ടും സുധാകരൻ KPCC പ്രസിഡന്റ് ആവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. കാരണം സുധാകരൻ KPCC പ്രസിഡന്റായിട്ട് വന്നാൽ ഈ പാർട്ടി ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം 3 ഉപതെരഞ്ഞെടുപ്പുകൾ വന്നു, 4 ഉപതെരഞ്ഞെടുപ്പ് വന്നു. ഈ 4 ഉപതെരഞ്ഞെടുപ്പിലും സുധാകരനാണ് പാർട്ടിയെ നയിച്ചിട്ടുള്ളത്.
ആ കാലത്തെക്കാളും വൻപിച്ച ഭൂരിപക്ഷത്തിലാണ് ഈ അവിടെ ജയിച്ചതും അതുപോലെ തന്നെ നിലമ്പൂർ പിടിച്ചെടുത്തതും. അത് കെ സുധാകരൻ്റെ നേതൃത്വത്തിലാണ്. അങ്ങനെ ചങ്കൂറ്റമുള്ള ഒരു നേതാവ് ഉള്ളപ്പോൾ അദ്ദേഹത്തെ മാറ്റി മറ്റൊരാളെ കൊണ്ടുവെക്കുമ്പോൾ രാഷ്ട്രീയം വീക്ഷിക്കുന്ന നമ്മളെ തിരുത്തിയിൽ പിന്നെ ആരാണ് തിരുത്താൻ? അവരുടെ പാർട്ടിക്കാരോ അണികളോ ഈ ശിൽബന്ധികളോ പറയില്ല. അപ്പോൾ സുധാകരനെ പോലുള്ള ആൾക്കാരെ കൊണ്ടുവരണം. രാഹുൽ അതുപോലെ യുവ നിരയെ നമ്മൾ എന്തുമാത്രം സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം തീർച്ചയായിട്ടും. കാരണം നമ്മൾ യുവനിരയിൽ നമുക്ക് വ്യക്തിപരമായിട്ട് ചില ആക്ഷേപങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് എണ്ണി പറയാം. ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ, അബിൻ വർക്കി, മാത്യു കുഴൽനാടൻ, ജിൻഡോ ജോൺ, റിജിൽ മാക്കുറ്റി, ഷജീർ പള്ളിവയിൽ, അങ്ങനെ നിരവധി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുണ്ട്. പക്ഷെ ഇവരുടെ പേരാരും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് കണ്ടില്ല കേട്ടോ. ഈ പറയുന്ന പേരാരും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് കണ്ടില്ല. അപ്പോൾ കാരണം രാഹുൽ മാങ്കൂട്ടത്തിന് പകരമാവാൻ വേറെ ആരുമില്ല. അപ്പം ഇങ്ങനെയുള്ള പിന്നെ ഫിറോസിൻ്റെ പേര് നമ്മൾ പറഞ്ഞു, ലീഗിൻ്റെ ഫിറോസ്, പി കെ ഫിറോസ് നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. സന്ദീപ് വാര്യർ എന്തൊക്കെ പറഞ്ഞാൽ ചാണ്ടി ഉമ്മൻ ഇവരൊക്കെ നമ്മൾ വളരെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. കാരണം അവരൊക്കെ വളർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അവർ വളർന്നു വന്ന ചാണ്ടി ഉമ്മനെ പോലെ, മാത്യു കുഴൽനാടനെ പോലെ, റിജിൽ മാക്കുറ്റിയെ പോലെ, പി കെ ഫിറോസിനെ പോലെ, വിഷ്ണുനാഥിനൊക്കെ നമ്മൾ എത്ര അഭിമാനപുരസരമാണ് സംസാരിക്കുന്നത്. വിഷ്ണുനാഥിനെ കുറിച്ചൊക്കെ അന്നൊക്കെ പറയുമ്പോൾ കോൺഗ്രസിനെ കുറ്റം നിങ്ങൾക്ക് തോന്നുന്നത്, നമ്മുടെ പ്രേക്ഷകർക്ക് തോന്നുന്നത് നമ്മൾ സതീശനെ മാത്രം ഫോക്കസ് ചെയ്യുന്നു എന്ന് തോന്നുന്നത് കൊണ്ടാണ്. ഈ യുവാക്കളെ മുന്നിൽ നിർത്തി നിങ്ങൾ ചിന്തിക്കണം. ഈ കഴിഞ്ഞ കാലം ഈ 1.5 മാസമായിട്ട് കോൺഗ്രസിൻ്റെ സ്ഥിതി എന്താണെന്ന്. 1.5 മാസം മുമ്പുള്ള കോൺഗ്രസ് അല്ല ഇപ്പോൾ. ഈ 1.5 മാസത്തിന് ശേഷം കോൺഗ്രസ്സിൽ ഒരുപാട് അപജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. മീൻസ് ഇപ്പോൾ കോൺഗ്രസിനുള്ള ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട്. അത് തുറന്ന് കാണിച്ചില്ലെങ്കിൽ നമുക്ക് വരാൻ പോണ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന് ദോഷമാവരുത് എന്നുള്ളത് കൊണ്ടും ഈ പറയുന്ന യുവാക്കളെ ഒതുക്കാനുള്ള ശ്രമം അണ്ടർ ഗവൺമെൻറ് നടക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടുമാണ് നമ്മൾ ഈ സതീശനിലേക്കും ഈ രമേശിലേക്കൊക്കെ പേരുകളെത്തുന്നത്. അല്ലാതെ നമുക്ക് വ്യക്തിപരമായിട്ട് സതീശനോട് അഭിപ്രായ വ്യത്യാസമില്ല. എനിക്ക് വ്യക്തിപരമായിട്ട് യാതൊരു പ്രശ്നവുമില്ല. ഈ ചാനലിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയോടും വ്യക്തിപരമായിട്ടൊരു അഭിപ്രായ വ്യത്യാസമില്ല. നമ്മൾ പറയുന്നത് എന്താണ്? രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന് അധ്യക്ഷ സ്ഥാനത്ത് വീണ്ടും വരണം. തെറ്റാണോ? നിങ്ങൾ പ്രേക്ഷകർ തീരുമാനിക്കുക. കെ സുധാകരൻ KPCC പ്രസിഡന്റായിട്ട് വരണം. നമ്മൾ പറയുന്നത് ആവശ്യമല്ലേ? നല്ലതല്ലേ? അപ്പോൾ നമ്മൾ പറയുന്ന നല്ല കാര്യങ്ങൾ കോൺഗ്രസിന് ഗുണം ചെയ്യാനാണ്, അല്ലാതെ കോൺഗ്രസിന് ദോഷം ചെയ്യാനല്ല. നമ്മൾ ഒരിക്കൽ പോലും ഈ ചാനലിൽ വന്നിരുന്നു കൊണ്ട് ഇദ്ദേഹമായാലും ഞാനായാലും കോൺഗ്രസിൻ്റെ ദോഷം വരണം എന്നുള്ള കാര്യത്തിൽ ഒരിക്കൽ പോലും നമ്മൾ ചിന്തിച്ചിട്ടില്ല. കാരണം അങ്ങനെയാണ് നമ്മൾ പി കെ ഫിറോസ് ഒന്നും ഉൾപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. പി കെ ഫിറോസ് നല്ല കഴിവുറ്റൊരു നേതാവാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ നമുക്കറിയാം ഈ 4 തെരഞ്ഞെടുപ്പുകളിലും ഈ 3-4 യുവാക്കൾ എടുത്തിട്ടുള്ള എഫർട്ട് ചെറുതല്ല. ഞാൻ പറയാം, ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഈ പറയുന്ന ചാണ്ടി ഉമ്മനും അവരൊക്കെ പണിയെടുത്ത് നമ്മൾ കണ്ടതല്ലേ. നിലമ്പൂരൊക്കെ എത്ര 2000 വീടുകളാണ് ചാണ്ടി ഉമ്മൻ ഒറ്റയ്ക്ക് കയറിയെന്നാണ് അത്ഭുതപ്പെടുത്തുന്നതാണ് നമുക്കൊക്കെ. ഒറ്റയ്ക്ക് വീട് കയറിയിട്ടാണ് അവിടെ ക്യാമ്പയിൻ നടത്തിയത്. അതേപോലെ സന്ദീപ് വാര്യർ ഈ പാലക്കാടും അതുപോലെ തന്നെ നിലമ്പൂർ എത്ര ആക്റ്റീവ് അല്ലെങ്കിൽ സന്ദീപ് വാര്യരൊക്കെ പ്രസൻസ് തന്നെ സത്യം പറഞ്ഞാൽ കോൺഗ്രസിന് വലിയ മുതൽക്കൂട്ടാണ്. നമുക്ക് പറയേണ്ടി വരുന്നത് എന്താണെന്നറിയോ? ഇപ്പം തൃശ്ശൂർ സന്ദീപ് വാര്യരെ ഒതുക്കാനുള്ള ശ്രമം നടക്കുക. സന്ദീപ് വാര്യരെയൊക്കെ ഒതുക്കിയിട്ട് മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞാൽ ഒരു നേതാവ് സത്യം പറഞ്ഞാൽ തൃശ്ശൂരില്ല. കാരണം ഉള്ളൊരു നേതാവ് പേര് പറയാൻ പറ്റും MP വിൻസെൻ്റ്. അത് CN ബാലകൃഷ്ണന് ശേഷം നല്ലൊരു നേതാവില്ല കോൺഗ്രസിന്. CN ബാലകൃഷ്ണൻ പറഞ്ഞ അവസാന നേതാവ് കോൺഗ്രസ്. അതിനുശേഷം ഒരു ലീഡർഷിപ്പ് ഇല്ല. ഇപ്പോൾ MP വിൻസെൻ്റ് ആയിക്കോട്ടെ, ജോസ് വള്ളൂർ ആയിക്കോട്ടെ, ഇപ്പോഴുള്ള ടാജറ്റ് ആയിക്കോട്ടെ, ഇവരൊക്കെ ഗുരു എന്ന് പറയുന്ന ആരാ? TM പ്രതാപനാ. TM പ്രതാപൻ ഈ പാർട്ടീനെ മുച്ചൂടും മുടിച്ച ആളാണ്. മുച്ചൂടും മുടിച്ച് തുടർഭരണം നഷ്ടപ്പെടുത്തിയ ആളാണ്. ഇനി കേരളത്തിൻ്റെ ഒരു മൂലയിൽ നിന്നാൽ പോലും ഇനി കോൺഗ്രസിന് 1 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷമുള്ള ഒരു നിയമസഭാ മണ്ഡലമാണെന്ന് വിചാരിച്ചോട്ടെ, ഒരു ഉദാഹരണത്തിന്. ആ മണ്ഡലത്തിൽ നിന്നാൽ പോലും TM പ്രതാപൻ ജയിക്കില്ല. അപ്പം ഇത് നമ്മൾ തുറന്ന് കാണിക്കുമ്പോൾ അത് കോൺഗ്രസ് ദോഷം വരാനല്ല, കോൺഗ്രസിന് ഗുണം ചെയ്യാനുമാണെന്നാണ് പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്. പ്രേക്ഷകർ നിങ്ങളൊരു കാര്യം ചിന്തിക്കണം. ഇപ്പോൾ 1-2 കമൻറ്റ് മാത്രമാണ് നമുക്ക് ആ ഓരോ പ്രോഗ്രാമിൽ മോശമായിട്ട് വരുന്നത്. മോശം മീൻസ് കോൺഗ്രസ് നശിപ്പിക്കാനാണോ, കോൺഗ്രസ് ദോഷമായിട്ടാണോ നിങ്ങൾ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ അച്ചാരം വാങ്ങിയിട്ടാണോ? എൻ്റെ വ്യക്തിപരമായിട്ട് എൻ്റെ പേരെടുത്ത് ചോദിച്ചവരുണ്ട്. CPM അച്ചാരം വാങ്ങിയിട്ടാണെന്ന്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഒരാളുടെയും അച്ചാരം വാങ്ങിയിട്ടല്ല. നമ്മൾ വളരെ കൃത്യമായിട്ട് ഈ കോൺഗ്രസിൻ്റെ പതനമുണ്ടാവരുത്
എന്നുള്ളതാണ് നമ്മുടെ അടിസ്ഥാന ലക്ഷ്യം. കോൺഗ്രസ് നശിക്കരുത്. കോൺഗ്രസ് നശിച്ചാൽ കേരളമില്ല, കോൺഗ്രസ് നശിച്ചാൽ ഇന്ത്യയില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഇത്തരം ആളുകൾക്കെതിരെ ഈ യുവാക്കളെ ഒതുക്കാൻ ശ്രമിച്ചാൽ വീണ്ടും നമ്മൾ പറയും. ഇതിൽ അടിവരായിട്ട് പറയുന്ന, ഇതിൽ കമൻ്റ് ഇട്ട ആളുകളോട് നമുക്ക് നന്ദിയുണ്ട്. കാരണം നമ്മൾ ഇത് കാണുന്നു, നിങ്ങൾ അഭിപ്രായം പറയുന്നു. അഭിപ്രായം ഏത് രൂപത്തിലായിക്കോട്ടെ, നിങ്ങൾക്ക് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങളുടെ മനസ്സാക്ഷിക്കനുസരിച്ച് നിങ്ങൾക്ക് വിലയിരുത്താം. ആ വിലയിരുത്തുന്നത് വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ അഭിപ്രായമായി രേഖപ്പെടുത്തുന്നത് തന്നെ നമുക്ക് കിട്ടുന്നൊരു അംഗീകാരമായിട്ട്, ഒരു അവാർഡായിട്ട് നമ്മൾ കാണുന്നുള്ളൂ. തീർച്ചയായും നിങ്ങളെല്ലാവരും ഈ പറയുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായി അതാത് രൂപത്തിൽ തന്നെ ഉൾക്കൊള്ളണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കോൺഗ്രസിന് ഒരു കാരണവശാലും കോൺഗ്രസ് നശിച്ചു പോകരുതെന്ന് അമിതമായ ആഗ്രഹമുള്ളത് കൊണ്ടും കോൺഗ്രസ് ഈ നാട്ടിലില്ലെങ്കിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. കാരണം കേന്ദ്രം ഭരിക്കുന്ന BJP, കോൺഗ്രസ് ഭരിക്കുമ്പോൾ എന്തായിരുന്നു അവസ്ഥ? കോൺഗ്രസിൻ്റെ ഭരണം നഷ്ടപ്പെട്ട് BJP വന്നപ്പോൾ ഈ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ സ്ഥിതി എന്തായി? ഒരു കാരണവശാലും കോൺഗ്രസ് ഇല്ലാത്തൊരു ഇന്ത്യയെക്കുറിച്ച് സ്വപ്നം കാണാൻ നമുക്ക് കഴിയില്ല. കോൺഗ്രസ് ഇല്ലാത്തൊരു കേരളത്തെക്കുറിച്ച് സ്വപ്നം കാണാൻ കഴിയില്ല. പക്ഷേ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന BJPയുടെ ആ മുദ്രാവാക്യത്തെ കോൺഗ്രസിനെ ചിലർ ഏറ്റെടുക്കുമ്പോൾ നമുക്കത് പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് പറഞ്ഞു വരുന്നത്, നമ്മുടെ പ്രേക്ഷകരോട് പ്രത്യേകം പറയാനുള്ള കാര്യം, കോൺഗ്രസിന് ഞങ്ങൾ ദോഷമായിട്ടല്ല ചെയ്യുന്നത്, കോൺഗ്രസ് നന്മയാണ്. നിങ്ങൾ ചിന്തിക്കും, നമ്മൾ പറയുന്നത് എന്താ? സുധാകരൻ KPCC പ്രസിഡന്റ് ആവണം, പറയുന്നത് അതാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും വരണം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായിട്ട്. അങ്ങനെ പാർട്ടിയെ ശക്തിപ്പെടുത്തണം. ഷാഫി പറമ്പിനെ മുന്നിൽ നിർത്തണം, മാത്യു കുഴൽനാടനെ മുന്നിൽ നിർത്തണം, വിഷ്ണുനാഥിനെ മുന്നിൽ നിർത്തണം, സന്ദീപ് വാര്യരെ മുന്നിൽ നിർത്തണം, UDFന്റെ PK ഫിറോസിനെ മുന്നിൽ നിർത്തണം, ജിൻഡോ ജോണിനെ മുന്നിൽ നിർത്തണം, അബിൻ വർക്കിയെ മുന്നിൽ നിർത്തണം. ഇവരൊക്കെ കോൺഗ്രസിൻ്റെ നല്ല യുവത്വങ്ങളാണ്, നല്ല കഴിവുള്ളവരാണ്. അവരെ മുന്നിൽ നിർത്തി മുന്നോട്ട് പോകാനല്ലേ നമ്മൾ പറയുന്നുള്ളൂ. ഇവരുടെ എല്ലാ ലീഡറായിട്ട് ഷാഫി പറമ്പിനെ വെക്കുക, അല്ലെങ്കിൽ മാത്യു കുഴൽനാടനെ വെക്കുക. അവർക്ക് കഴിവുള്ള ആളുകളാണ് എന്നേ നമ്മൾ പറയുന്നുള്ളൂ. അത് കോൺഗ്രസ് നന്മയ്ക്കാണ് എന്നുള്ളതാണ് എനിക്ക് പ്രേക്ഷകരോട് അറിയിക്കാനുള്ളത്. ഇപ്പം CM രാജേന്ദ്രൻ വളരെ ക്ലിയറായി ITV ന്യൂസിൻ്റെ ഒരു സ്റ്റാൻഡ് എന്താണ് എന്ന് വ്യക്തമാക്കി. ഒരു കാര്യം കൂടി ഒന്ന് റീഇൻഫോഴ്സ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്, ഈ ജനങ്ങൾ, സാധാരണ കോൺഗ്രസ് പ്രവർത്തകങ്ങൾ, അവർക്ക് മറ്റുള്ള പാർട്ടി ഘടകങ്ങളിലൊന്നും ഒച്ചയുയർത്തി പറയുവാൻ പറ്റാത്ത ജനങ്ങൾ ഞങ്ങളിലൂടെ, അല്ലെങ്കിൽ ഞങ്ങൾ പറയുവാൻ ശ്രമിക്കുന്നത് അവരുടെ നാവായിയാണ്. അവർക്ക് എന്താണ് നേതൃത്വത്തോട് ഈ പാർട്ടിയെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഇടതുപക്ഷത്തിന് മൂന്നാമതും ഒരു ഊഴമുണ്ടാക്കുവാൻ വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന ഈ കേക്കച്ചനോടും സംഘത്തോടും പറയുവാനുള്ളത്, സാധാരണ ജനങ്ങൾക്ക്, സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്ക് എന്താണ് പറയുവാനുള്ളത് എന്നത് ഞങ്ങളിലൂടെ പുറത്തു വരുന്നു എന്ന് മാത്രം കാണുക. ഇതിനെ ഒരു കോൺഗ്രസ് പ്രസ്ഥാനത്തെ തകർക്കുവാനുള്ള ഒരു എഫേർട്ടാണ്, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അച്ചാരം മേടിച്ച് ഈ പ്രസ്ഥാനത്തെ തകർക്കുവാനുള്ള ഒരു ശ്രമമാണ്, അല്ലെങ്കിൽ VD സതീശൻ എന്ന ഒരു വ്യക്തിയെ മാത്രം കേന്ദ്രീകരിച്ച് നടത്തുന്ന ഒരു ക്യാമ്പയിനാണെന്ന് പറയുവാൻ സ്വാഭാവികമായിട്ടും ഇത് VD സതീശനെ കേന്ദ്രീകരിക്കുവാൻ കാരണം എന്ന് പറയുന്നത്, ഇന്ന് ഈ കോൺഗ്രസിന്റെ അധപതനത്തിന്, ഇതിന്റെ എല്ലാ നാശത്തിനും കാരണം, എല്ലാ കുടിലതകൾക്കും അധ്യക്ഷത വഹിക്കുന്നത് VD സതീശൻ എന്ന് പറയുന്ന ആ ഒരു ഒതുക്കീശനാണ്. സകലരെയും വെട്ടിനിരത്തി ഒരു ഏകാധിപത്യ പ്രവണതയോടെ പോകുന്ന VD സതീശൻ എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമാണ് ഇതിന് പിന്നിൽ എന്നതുകൊണ്ടാണ് VD സതീശനെ ഞങ്ങൾ ഫോക്കസ് ചെയ്യാൻ കാരണം. അതല്ലാതെ ഇദ്ദേഹത്തോട് ഞങ്ങൾക്ക് വ്യക്തിപരമായി യാതൊരു ദേഷ്യമില്ല, വിദ്വേഷമില്ല. അദ്ദേഹം പേഴ്സണലി ഞങ്ങളെയും ദ്രോഹിച്ചിട്ടില്ല. അതുകൊണ്ട് ഇദ്ദേഹം എന്ന് കറക്റ്റ് ചെയ്യുന്നു, ഈ കോൺഗ്രസിന്റെ നന്മയെ ഓർത്ത്, ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളെ ഓർത്ത് ഇദ്ദേഹം ഒരു സെൽഫ് കറക്ഷൻ വരുത്തി, ഈ ചെറുപ്പക്കാരെ കൂടെ നിർത്തി, പാർട്ടിയുടെ മൊത്തം നന്മയെ കരുതി, ഇതിനകത്തൊരു ടീം സ്പിരിറ്റ് ഉണ്ട്, ഒരു കുടുംബം എന്നുള്ള UDF എന്ന ഒരു കുടുംബത്തെ ചേർത്ത് നിർത്തി എന്ന് ഇദ്ദേഹം പ്രവർത്തിക്കുവാൻ തുടങ്ങുമോ, അന്ന് ഞങ്ങൾ ഇത്തരത്തിലുള്ള, ഇവർ നല്ലത് ചെയ്താൽ നല്ലതെന്ന് തന്നെ പറയും. അതല്ലാതെ ഞങ്ങൾക്ക് ഇയാൾക്കെതിരെ വ്യക്തമായ ഒരു എഗൻസ്റ്റ് ഒരു അജണ്ടയില്ല എന്ന് ഞങ്ങൾ പറയുന്നു. അതുകൊണ്ട് അത്തരം ക്യാമ്പയിനുകളെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമുക്കറിയാം നിങ്ങളൊന്നും ഇത് മുഖവിലക്കെടുക്കത്തില്ല. കാരണം ITV ന്യൂസിനോട് മുഴങ്ങുന്നത് നിങ്ങളുടെ ശബ്ദവും നിങ്ങൾ എന്താണോ പറയുവാൻ ആഗ്രഹിക്കുന്നത് എന്ന കാര്യവുമാണ്. അതുകൊണ്ട് അത്തരം ക്യാമ്പയിനുകളൊന്നും വില പോകില്ല. ഞങ്ങളുടെ ലക്ഷ്യം വളരെ ക്ലിയറാണ്. മിഷൻ 60യുടെ 35ാം ദിനമാണ് ഇന്ന്. ഈ 35 ദിവസം പിന്നിടുമ്പോൾ അദ്ദേഹത്തിന് നിയമസഭയിലെത്താൻ സാധിച്ചു, പാലക്കാട്ട് എത്തുവാൻ സാധിച്ചു, MLA സ്ഥാനം രാജിവെക്കേണ്ടി വന്നില്ല. പക്ഷേ ഏറ്റവും ഒരു വ്യക്തി, ഒരു ആസ് എ പേഴ്സൺ അദ്ദേഹത്തിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഇൻസൾട്ട് എന്ന് പറയുന്നത്, അദ്ദേഹത്തിനെതിരെ പരാതിയില്ല, FIR ഇല്ല, ഒന്നുമില്ലെങ്കിൽ പോലും ഇന്നും അദ്ദേഹത്തിൻ്റെ ആ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി തിരികെ നൽകിയിട്ടില്ല. പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത കാര്യവും അവരൊരു തീരുമാനമെടുത്തിട്ടില്ല. ഇതിനെ സൈഡ് ലൈൻ ചെയ്തുകൊണ്ട് മറ്റുള്ള കാര്യങ്ങളിൽ എന്തൊക്കെ നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ ശ്രമിച്ചാലും അത് ജനങ്ങൾ കൺവിൻസ്ഡ് ആകില്ല. അത് നിങ്ങൾ എന്തൊക്കെ വേറെ ചെയ്തെന്ന് പറഞ്ഞാലും അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഫലം കിട്ടത്തില്ല. കഴിഞ്ഞ ദിവസം നിങ്ങളുടെ നയവിശദീകരണ യോഗം കോട്ടയത്ത് നടത്തിയതിൻ്റെ ആള് നോക്കുക, 100-ൽ താഴെയാണ്. ഈ കേക്കച്ചൻ എന്ന് പറയുന്ന ഈ കുടില തന്ത്രങ്ങളുടെ ഈ നേതാവിനെ മുന്നിൽ നിർത്തി കോൺഗ്രസ് പോയാൽ സർവനാശമായിരിക്കും ഫലമെന്ന് മാത്രം ഞങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. മിഷൻ 60
ശക്തമായിട്ട് മുന്നോട്ട് തന്നെ പോകും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.